ഓ ഓ ഇതിലേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞുമണി തകർത്ത് വാരുവാണ് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ് മാമാങ്കം. പുട്ടും വെൽക്കം ടു കൈപ്പൻ ബ്ലോഗ്സ്. ഇന്ന് മൊത്തം തവി രണ്ട് ടീം നിൽക്കുന്നുണ്ടല്ലേ. രാജീവ് വന്നിട്ടുണ്ട്, പൊന്നുകൂടി വന്നിട്ടുണ്ട്, സിസിയുടെ കുറെ നടക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് നമ്മള് നാട്ടിലോട്ട് പോകുന്നതിന്റെ ചെറിയ പദ്ധതി 2 ആഴ്ചത്തേക്ക് സെറ്റ് ചെയ്ത് അപ്പൊ അതിനുള്ള പരിപാടികള്, അതിനുള്ള ഒരുക്കവും കൂട്ടങ്ങളും. പിന്നെ ശുഭൂർ രാവിലെ സ്കൂളുണ്ട്, സ്കൂളിൽ കൊണ്ടുപോകണം. വൈകുന്നേരം ആണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ അതിന് മുമ്പേ കുറച്ച് പരിപാടികൾ. അഞ്ചുന് ബ്യൂട്ടീഷ്യന് പോണം. ബ്യൂട്ടീഷ്യന് എന്റെ ദൈവമേ, ഞാൻ ഇന്നാള് ഇത് പറഞ്ഞു എന്റെ മുടി എപ്പോഴും കോലക്കെട്ടിടക്കം ഒന്ന് വെട്ടണം എന്നിങ്ങനെ പറഞ്ഞാ പറയുന്നേ. ബ്യൂട്ടീഷ്യൻ, അയ്യോ എനിക്ക് ബ്യൂട്ടീഷ്യൻ വേണ്ട. പരിപാടി പിന്നെ പെട്ടിയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. ഇന്നലെ വരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് അതിനുള്ള സെറ്റപ്പാണ്. പോകുന്നതിനൊരു കാര്യമുണ്ട് നാട്ടില്. അപ്പൊ താങ്ക് യു വെരി മച്ച്. രാവിലെ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് നമ്മുടെ നാട്ടിൽ പോകുന്ന പെട്ടി കെട്ടുന്നതിന്റെ ഒക്കെ ഒരു വ്ളോഗാണ്. രാജീവിന് രാത്രി 10 മണിയായപ്പോ വന്നതാണ്. 10 മണിയാ 11 മണി കഴിഞ്ഞു വന്നപ്പോ. 11 മണി കഴിഞ്ഞു. അപ്പൊ അമലക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അമല അതുകൊണ്ട് വന്നില്ല. അത് പൊന്നുമണിയും രാജീവും കൂടെ വന്നേക്കാണ്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം. സ്കൂളിൽ ഇപ്പൊ റെഡി ആയിട്ടിരിക്കുക. അതിന്റെ മേളിൽ കൂടെ ഹാരി പോട്ടർ ഉടുപ്പും കുപ്പായൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. അതെ, നിങ്ങള് തുടങ്ങും, ഞാൻ പോയി എന്റെ അടുക്കളയിൽ അങ്ങ് തുടങ്ങട്ടെ. ഇന്ന് തള്ളു ഇന്ന് പുട്ടോ. തള്ളു മാത്രമേ ഉള്ളൂ. വേറെ പെട്ടെന്നുണ്ടാക്കുന്നില്ല. ആസ്ഥാന ഭക്ഷണം. ഞങ്ങള് ശുങ്കുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. 2 പിള്ളേരെ അഞ്ചുവിൻ്റെ ഏൽപ്പിച്ചിട്ട് ഞങ്ങള് ഇങ്ങോട്ട് വന്നതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈയൊക്കെ നല്ല മറ്റേ ഫ്രീസറിൽ വെക്കുന്ന തണുപ്പുണ്ട്. കോടമഞ്ഞില്ല, പക്ഷെ തണുപ്പിന് നല്ല എൻ്റെ കുത്തി ഇറങ്ങുന്ന തണുപ്പ് പോലെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാമാങ്കം. പുട്ടും പയറും പിന്നെ സൈഡായിട്ട് ചിക്കനും. നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി ഒതുക്കി പെറുക്കിട്ടിട്ട് വേണം പോയാൻ. അത് അല്ല, എല്ലാം സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ രാവിലത്തെ 2ാമത്തെ 3ാമത്തെ തുപ്പ എല്ലാ സാധനങ്ങളൊന്നും ഒതുക്കി എല്ലാം തുണിയെല്ലാം കഴുകി ഷീറ്റൊക്കെ മാറ്റി എന്റെ മുടി ബ്യൂട്ടീഷ്യൻ അല്ല, എന്റെ മുടി ഒന്ന് വെട്ട. എന്റെ മുടി ഫുള്ള്, എന്റെ തലമുടി അപ്പടി ഊരിപ്പോയി. എനിക്ക് തോന്നുന്നു 2 മാസം കൊണ്ട് എന്റെ തലയിലുണ്ടായിരുന്ന മുടി ഫുള്ളും പോയി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അങ്ങനെ എന്തേലും ആയിരിക്കും. വാല് പോലെ കിടക്കുന്നു. നാട്ടിൽ പോലെ എന്നാൽ തുമ്പത്തിരി വെട്ടി കളഞ്ഞേക്കാന്ന് വിചാരിക്കുന്നു. അതോ നാട്ടിൽ പോയിട്ട് ഫുള്ളങ്ങ് ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ അങ്ങ് നടത്തിയാലോ? എന്താണ് മുടി വെട്ടണ കാര്യം പറയുമ്പോഴേക്കും ആലിളകുന്ന ആൾക്കാരാണ് ഇവിടെ. നമ്മൾ വളരെ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്. 2 ആഴ്ചത്തേക്ക് ഒട്ടും പ്ലാൻ ചെയ്തൊരു പോക്കല്ല ഇത്. എമർജൻസി ആയിട്ടൊരു പോക്കാണ്. പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോ എപ്പോഴും എന്തിനു പോയാലും നമുക്ക് എല്ലാരെയും കാണാം, നാട് കാണാം, നാട്ടിലെ ഫുഡ് കാണാം, എല്ലാവരും വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാം. സമയം കിട്ടുവാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാം പക്ക കറക്റ്റാ കുഴപ്പമൊന്നും ഇല്ലായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സമയങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ശുങ്കൂരെ കൊണ്ടുവന്നില്ല. ശുങ്കൂരെ ഉപ്പയാ നോക്കുന്നത്. സ്കൂളിൽ പോയി പറഞ്ഞ് നമ്മള് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അവനിവിടെ 2 ആഴ്ച വിട്ടിരുന്നാണെന്ന് പറഞ്ഞത്. പുള്ളിക്കാരന് TV മതി. only 2 weeks അല്ലേ എന്ന് പറഞ്ഞു. 2 weeks സ്കൂളിൽ നമുക്ക് എമർജൻസി അങ്ങനെ ലീവ് കിട്ടാൻ ഭയങ്കര പാടാണ്.
പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 2 ആഴ്ച ലീവ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ 2 ആഴ്ച ക്ലാസ് ആകെ ഇവിടെ അല്ല കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളതെന്തിനാ അവരുടെ ഇത് കളയുന്നത് എന്ന് വെച്ചിട്ട് അവനിവിടെ നിൽക്കുക. അവനിവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവൻ ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മള് ഓക്കെയാണ്, സന്തോഷമാണ്. ഞങ്ങൾക്കൊരു വിഷമമുണ്ട്, കാരണം ഇതുവരെ ഞങ്ങൾ അങ്ങനെ വിട്ടു നിന്നിട്ടില്ല. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്കൂളിൽ കൊണ്ട് വിട്ട് ഞങ്ങൾ ശുങ്കു വരുന്നതിന് ഞങ്ങൾ പോകും. 2-2:30 ആകുമ്പോൾ ഇവിടുന്ന് പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഈ ചെടിക്ക് വെള്ളം ഒഴിക്കണം. കുഞ്ഞുമണിയുടെ ആദ്യം എല്ലാം കുപ്പിയിലൊക്കെ എല്ലാം സെറ്റാക്കി ഇങ്ങനെ പാൽപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ കുഞ്ഞുമണിയുടെ ബോട്ടിൽ പാൽപ്പൊടി അതിനു വേണ്ടിയുള്ള ബാഗ്. അഞ്ജുവിൻ്റെ തല റെഡിയാക്കാൻ പോകുന്നു. അതുകൊണ്ട് കുഞ്ഞുമണി നല്ല ഇവിടെ തകർക്കുന്നു. കുഞ്ഞുമണി സെറ്റാക്കുന്നു. അഞ്ജുവിൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് പൊന്നുമണി പോകുന്ന അല്ലെങ്കിൽ അത് ശൂന്യമായിരുന്നു. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് അത് സെറ്റ് ചെയ്തിട്ട് വരാം. ഞങ്ങൾ പെട്ടിയൊക്കെ ഒരുവിധം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടി വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇപ്രാവശ്യം. അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വലിയ ഷോപ്പിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പെട്ടി എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ, കല്ലിപ്പൻ്റെ മറിഞ്ഞു വീഴും. തന്നെ റിക്ലൈനർ ഓൺ ആക്കുന്നു, ചെയ്യുന്നു. സർക്കസ് ആണ്, സർക്കസ് സർക്കസ്. അതാണ് മുടിവെട്ട് പരിപാടി നടന്നില്ല. ഞങ്ങൾ എന്നിട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ടെസ്കോയിൽ വന്നതാണ് ബ്രെഡ് മേടിക്കാൻ. പീത്ത കുഞ്ഞുമണിയുടെ കരച്ചിൽ. അഞ്ജുന് മുടി സെറ്റ് ചെയ്യാത്തതിൻ്റെ വിഷമമുണ്ട്. കാരണം 2 കടയിൽ പോയി ഭയങ്കര തിരക്കാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലായിടും ഭയങ്കര തിരക്കാണ്. ശോകമായിപ്പോയി. അഞ്ജു ഇവിടെ വന്നിട്ട് ഒരു നമ്മുടെ ടെസ്കോന്ന് മേടിച്ചോണ്ട് വന്ന പീത്ത വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കി. അഞ്ജു ഇന്നലെ ഡോണർ കബാബ് ഉണ്ടാക്കി. അപ്പം അതെല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കഴിച്ചിട്ട് നമ്മുടെ തിരുവനന്തപുരം നമ്മളെ കൊണ്ടിടാൻ പറ്റും. തിരുവനന്തപുരം ഇറങ്ങി വിടുന്നു, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി അഞ്ജു റെഡി ആവണം. രണ്ട് തീമ്പുകള് നിലത്ത് മൊത്തം ആക്കിയിട്ടുണ്ട്. നോക്ക്, ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കുളിച്ച് സെറ്റായി. അഞ്ജുവിന്റെ ഓൺ ഇതാണ് ഡോണർ കബാബ്. അടിപൊളി. ഇവിടെ കുഞ്ഞുമണി തപ്പാൻ വന്നിട്ടുണ്ട്. കുഞ്ഞുമണി നമ്മൾ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിവിടെ രാജീവിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയത്. വന്നപ്പോഴത്തേന് കുഞ്ഞുമണി ചോക്ലേറ്റിൽ കുതിർന്ന് കിടക്കുന്നു. ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് വന്നത്. ഇതെന്താ പരിപാടി ഇവിടെ? മക്കളെ വൃത്തികേടാക്കുന്നു, അപ്പനും അമ്മയും ക്ലീൻ ആക്കുന്നു. മൂന്നാമത്തെ എന്താ അസുഖം? നമ്മുടെ ട്രിവാൻഡ്രം ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തുണ്ട് തിരുവനന്തപുരം വിശേഷം? നന്നായിട്ട് പോകുന്നു, അടിപൊളി, സൂപ്പർ. ഇന്ന് തിരുവനന്തപുരത്തിന് കറക്റ്റ് ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ആരും ലീവ്. എന്നാൽ പിന്നെ തിരുവനന്തപുരം നമ്മളെ കൊണ്ടുവിടാന്ന് പറഞ്ഞ്. രാജീവിനെ വരാൻ പറ്റത്തില്ല. കാരണം തിരിച്ചു വരുമ്പോഴേ 7 പേർക്ക് പിന്നെ ലഗേജ് കയറത്തില്ല നമ്മുടെ വണ്ടിയിൽ. 2 പേരും ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നുണ്ടോ? 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. സിസി എന്തി എല്ലാം സെറ്റാണ്. നമ്മൾ പെട്ടിയൊക്കെ കൊണ്ട് താഴെ വെച്ചു. തിരുവനന്തപുരം ഓൾ സെറ്റ് അല്ലേ? 2 ആഴ്ചത്തേക്ക് പോയിട്ട് തിരുവനന്തപുരം കണ്ടിട്ട് വരാം. പൊളിക്കോ? പോയി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. രാജീവിൻ്റെ ഇതുണ്ടോ? രാജീവ് എല്ലാം അങ്ങോട്ട് അയച്ചേക്കണം കേട്ടോ. എല്ലാം അങ്ങോട്ട് അയച്ചേക്കണം. ഓക്കെ, ഒരു മുട്ടും വിചാരിക്കണ്ട, എല്ലാം അയച്ചേക്ക്. അപ്പോൾ പിന്നെ നമുക്ക് റെഡി ആവണം. സമയം 2 മണി. എത്ര മണിക്കാണ്? എത്ര മണി? ട്രാഫിക് ഒക്കെ ഓക്കെ അല്ലേ? നോക്കില്ലേ നീ?
രാവിലെ ഓക്കെ ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് പോകണം. നമ്മുടെ കുഞ്ഞുമണി റെഡി ആയിരിക്കുകയാണ്. അഞ്ചു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നാട്ടിൽ പോകാൻ വേണ്ടി. ഓൾ സെറ്റ്. പൊന്നുമണി പോയിട്ട് വരട്ടെ. ടാറ്റ ടാറ്റ. അച്ചാച്ചനെ നോക്കിക്കോണേ കേട്ടാ. അച്ചാച്ചനെ നോക്കിക്കോണേ കേട്ടാ. നോക്കാന്ന് പറ. ഇരുന്നൂറ് എത്ര മണിക്കൂറുണ്ട് ഇവിടുന്ന്? നമുക്ക് 2.25 മണിക്കൂർ. 2.25 മണിക്കൂർ. ഇപ്പൊ എത്ര മണിക്ക് സമയം എത്ര മണിക്ക് ഇറങ്ങണം? നമുക്ക് ഇപ്പൊ സമയമുണ്ട്. ഓക്കെ. അതെ കുഞ്ഞുമണി താണ്ട വന്നിരിക്കുന്നു റെഡിയായി. ഓ കുട്ടപ്പിയായി കുട്ടപ്പിയായി. ഞങ്ങൾ വണ്ടിയെല്ലാം സെറ്റാക്കി സീറ്റ് ഇതൊക്കെ പുറകിൽ വെച്ചു. ആ കയറുവാണോ? ഓ ഒരാൾ കയറുക കേട്ടോ. പോവോ നാട്ടിൽ പോവാണോ? ഓൾ സെറ്റാണ്. റെഡി ടു ഗോ. അതെ കുഞ്ഞുമണിക്ക് ഇപ്പൊ കയ്യിലേർന്ന് അവളെ അത് പറിച്ച് സെറ്റാക്കി. നേരെ ഇവിടുന്ന് പോവാണ്. ഏകദേശം 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. 2.25 മൊത്തത്തിൽ 3-3.5 മണിക്കൂർ കാണും. വൈകിട്ട് 9:50 നമ്മുടെ ഫ്ലൈറ്റ്. രാജ്യം പോയിട്ട് വരാം. എല്ലാം ഓക്കെയാണ്. സിംഗൂരിന്റെ കാര്യം എല്ലാം സെറ്റാക്കി. ഉരുട്ടി പറിക്കുന്നുണ്ട്. ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ. ബൈ ബൈ. ടാറ്റ. ടാറ്റ സിസി ടാറ്റ. നമ്മുടെ തൊട്ട് വീടിന്റെ ഫ്രണ്ടിലുള്ള വീടിന്റെ പണിയൊക്കെ നല്ല ഇതുവരെ ആയി കേട്ടോ. നല്ല കാറ്റും മഴയും. കേറിക്കോ. വണ്ടി മൊത്തം സാധനങ്ങളാണ്. തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി തന്നെ സെറ്റ് ചെയ്യാം. കുഞ്ഞുമണി ആദ്യം കയറിയപ്പോൾ കരച്ചിലായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി വരുന്നുണ്ട്. ഓ ഗ്ലൗസ് എടുത്തിട്ടോ. അപ്പോൾ നേരെ എയർപോർട്ട് ഹീത്രൂ എയർപോർട്ട് ലണ്ടൻ ടെർമിനൽ 4. നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല. അപ്പുറത്തെ സൈഡ് നല്ല ട്രാഫിക്കാണ്. ഇനി അങ്ങോട്ട് പോകെ ട്രാഫിക് വരുമായിരിക്കും. ഇല്ലടാ എന്തായാലും നിലവിലില്ല ട്രാഫിക് ഒന്നും. നിലവിലില്ല. ഓക്കെ. ഓൺ ടൈം എത്ര സമയം അവിടെ ചെല്ലും? 2.5 മണിക്കൂർ. ഓക്കെ. കുഞ്ഞുമണി ഉറങ്ങി. ട്രാഫിക് എന്ന് പറഞ്ഞില്ല, അപ്പോഴത്തേനും അവിടെ ട്രാഫിക്കായി. വീട്ടിൽ ചെന്ന് നേരെ പോയി കുളിക്കണം കേട്ടോ. ഉടുപ്പ് ബാസ്കറ്റിൽ ഇടണം. മൂലയ്ക്ക് കൊണ്ടുവന്ന് എറിയരുത്. എന്നിട്ട് സ്നാക്ക് കഴിച്ചിട്ട് കുറച്ചേരം കളിച്ചിട്ട് ഹോംവർക്ക് ചെയ്യണേ കേട്ടോ. എന്തോ ഇടയ്ക്കൊരു ഇവിടെ നിർത്തി, സർവീസ് നിർത്തി. സമയം 4:45. കുഞ്ഞുമണി കറക്റ്റ് സർവീസിൽ കയറിയപ്പോൾ എഴുന്നേറ്റ്. അഞ്ജുവിൻ്റെ കൈ കണ്ട. തണുപ്പാകുമ്പോൾ ഇതാണ് പ്രശ്നം. രക്തോട്ടം കുറവാണ്. ഞങ്ങള് തിരുവനന്തപുരം വ്രതമാണ്. അപ്പം ഞങ്ങളൊരു വെജ് ഇത് പറഞ്ഞു, ഞങ്ങള് ചിക്കനും പറഞ്ഞു. അതുകൊണ്ട് അച്ചാച്ചൻ തോണ്ടേ ഞങ്ങളോ സർവീസില് പോകുന്ന വഴി നല്ല ട്രാഫിക്കായി. എവിടെ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഞങ്ങൾ റൂട്ട് മാറ്റി വേറെ റൂട്ട് കയറി പോവാണ്. നല്ല ട്രാഫിക്കാണ് കേട്ടോ. ഞങ്ങളെ ഏതോ വഴി കൂട് വഴി കയറി വന്ന കേട്ടോ. ക്രിസ്മസ് ലൈറ്റ് ഇട്ടേക്കുന്നുണ്ടോ വീട്ടിൽ. അടിപൊളി. ഏതോ വീടിന്റെ ഏരിയ കൂടെ കാണും. കുഞ്ഞുകൂടി ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ ഒടുവിൽ എയർപോർട്ട് എത്തിയിരിക്കുന്ന ടെർമിനൽ 4. അതുകൊണ്ട് അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ട്രിവാൻഡ്രം ഇവിടെ നമ്മൾ റാപ്പിഡ് ഡ്രോപ്പ് ഓഫിൽ ഇറക്കിയതാണ്. തിരുവനന്തപുരം കൈയൊക്കെ ഇറക്കി നല്ല കാറ്റാണ് കേട്ടോ. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു ട്രോളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുവഴി താൻ്റെ സ്റ്റോളറിലാക്കുന്നുണ്ട്.
തിരുവനന്തപുരം, താങ്ക് യു വെരി മച്ച്. വരുമ്പോൾ കാണാം. കൈ വിറയ്ക്കുന്നു. അയ്യാ, അതുകൊണ്ട് ക്രൗൺ പ്ലാസ. ഓ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് 9:50 കറക്റ്റ് 3 മണിക്കൂർ മുമ്പ് നമ്മളെത്തി. 6:50 സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞുമണി തകർത്ത് വാരുകയാണ് ഇവിടെ. ഗേറ്റ് നമ്പർ 8 നമ്മുടെ ഗേറ്റ് നമ്പർ 8. കുഞ്ഞുമണി ഒരു ക്യാരറ്റൊക്കെ പിടിച്ചിട്ട് ഓടുവാണ്. അപ്പം ഞങ്ങളുടെ ചെക്കിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞ് അലമ്പാണ് കുഞ്ഞുമണി. നമ്മുടെ ഗൾഫെയർ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. വണ്ടി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എടുക്കുന്നതായിരിക്കും. കുഞ്ഞുമണിയെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞേ ഞാൻ അഞ്ജുവിനോട്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. രാവിലെ 7 മണിയാകുമ്പോൾ ബഹറിൽ ചെല്ലും. കുഞ്ഞുമണി ക്ഷീണിച്ച് കിടക്കുക കേട്ടോ. അതുപോലെ ഓട്ടമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു നേരെ പോവാണ് കേട്ടോ. കുഞ്ഞുമണി കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുപോയതല്ല, കുറച്ചുകൂടെ വലുതായപ്പോഴത്തേന് വളരെ ഡിഫിക്കൽട്ടാണ്. കച്ചറ സ്വഭാവമാണെന്ന്. ഈ സ്ക്രീനൊക്കെ ചവിട്ടി പൊട്ടിക്കാൻ പോവായിരുന്നു. നമ്മുടെ ബെൽറ്റൊക്കെ ഇട്ട് കുട്ടപ്പയായിരിക്കുക. ഒടുവിൽ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് ബഹ്റിനിലെത്തി. ബഹ്റിൻ എയർപോർട്ടിലാണ് ഇപ്പം. നമ്മൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോവാണ്. നമ്മൾ എയർപോർട്ടിൽ വന്ന അഭയാർത്ഥികളെ പോലെ കിടക്കുകയാണ്. അതോ കിടക്കുന്നത് 6 മണിക്കൂറുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ മേടിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. രസമാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ചിന്തകളും ഓർമ്മകളൊക്കെ അയവിറക്കി ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി 6 മണിക്കൂർ ഇരിക്കണം. ഒന്ന് ജസ്റ്റ് ഉറങ്ങി. ഇപ്പം അവിടെ ഈ സമയത്ത് കുഞ്ഞുമണിക്ക് ഉറങ്ങേണ്ട സമയമാണ്. ഇനി 6 മണിക്കൂർ നമ്മൾ ബഹ്റൈൻ ഡ്യൂട്ടി ഫ്രീ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. അതൊക്കെയാണ് പ്ലാനിങ്. 6 മണിക്കൂർ. സമയം ഏകദേശം 10:30 ആവുന്നു. എൻ്റെ കുഞ്ഞുമണിയും അമ്മമണിയും കൂടെ കറങ്ങിയേക്കുക. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങളുടെ 6 മണിക്കൂറത്തെ ലേ ഓവർ കഴിഞ്ഞ് നേരെ ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ ഇന്ന് കുറേ ഫ്ലൈറ്റിൽ ഡിലേ ഉണ്ടായിരുന്നു. എവിടെയോ എത്യോപ്യയിലും കണ്ട് അഗ്നിപർവ്വതം കൊണ്ട് പൊട്ടിയിട്ട് ഫ്ലൈറ്റുകളെല്ലാം ഡിലേ ആയിരുന്നു. ഒരുപാട് ആൾക്കാർ ഇതായിരുന്നു. കുഞ്ഞുമണി അയൽപക്കത്ത് ഒളിഞ്ഞു നോക്കുന്നു. سيداتي سادتي أنا جنسي أهلا بكم في مدينة ترافالدو نرجو منكم البقاء في مقاعدكم والقاء. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി. ഇനിയും പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ആരുമില്ല കേട്ടോ. ഞങ്ങളെ ഏറ്റവും അവസാനം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. കുഞ്ഞുമണി ഉറക്കമായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ട്രിവാൻഡ്രത്ത്. കുഞ്ഞുമണി ചാടി എഴുന്നേറ്റു. ഹായ്. അങ്ങനെ നമ്മൾ വീണ്ടും ആൻസിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മൾ പുറത്തിറങ്ങി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അടിപൊളി. പുറത്തിറങ്ങി നല്ല അത്യാവശ്യം കുഴപ്പമില്ല. വെതറൊന്നും കുഴപ്പമില്ല, മഴയില്ല. ഇതൊക്കെ നല്ല രസമാക്കി കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ അടിപൊളി. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആൻസമിൻ്റെ എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. നാടെങ്ങനെയുണ്ട്? നീ അവന്റെ കോൺസെൻട്രേഷൻ കളയത്. ഇനിയിപ്പോ എവിടെന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന നേരെ സമയം 9:30-10 മണിയായി. ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ
ഒരു കഴിക്കാൻ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആധാരം ഇവിടെ ഫുഡ് കഴിക്കുക. ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്നാണെങ്കിൽ വേറെ ഫ്ലൈറ്റില് ശുങ്കുനെ വിളിക്കുക. ശുങ്കു അവിടെ ആഘോഷിക്കുക. ടിവിയുടെ സൗണ്ട് കേട്ടോ. അവനുള്ള സമയം യൂട്ടിലൈസ് ചെയ്യാണ്. കുഞ്ഞുമണി താളം കൂട്ടുവാണോടി? നിനക്ക് ചെണ്ടടി പിടിക്കണം കുഞ്ഞുമണി. ശുങ്കുനെ ഇങ്ങോട്ട് കാണിച്ചേ. എടാ ശുങ്കുനെ ഇങ്ങോട്ട് കാണിച്ചേ. ശുങ്കു ഒരു ഹായ് പറഞ്ഞടാ. ശുങ്കു ഒരു ഹായ് പറഞ്ഞേ. അച്ഛനും ഉമ്മ കൊടുത്തേ. അച്ഛനും ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുത്തേ. അച്ഛനും ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുത്തേ. അച്ഛനെ നോക്കൂ കേട്ടോ. ഫുഡ് വന്നു. ഒരു പൊറോട്ടയും ബീഫും ഒരു മീനും മേടിച്ചു. വീണ്ടും നമ്മൾ കൊട്ടാരക്കരയിലൂടെ കൊട്ടാരക്കരയിലെത്തി. രണ്ടുപേരും നമ്മുടെ വീട്ടിലേക്ക്. കൊട്ടാരക്കര. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. മമ്മി ഉറങ്ങാതെ നോക്കിയിരിക്കാറുണ്ട് കേട്ടോ. അളിയൻ നേരത്തെ ഹാജർ. അളിയൻ ഹാജർ. അമ്മച്ചി അറിയാവിടെ. അറിയാം. അമ്മച്ചി ചിരിക്കുന്നുണ്ട്. ഓ ഓ നിനക്ക് വീട് കൂടിയൊന്നുമില്ലടാ. കുഞ്ഞുമണി നീ എവിടാടേ? നീ എവിടാ? കൊട്ടയൊക്കെ വന്നോ? ഓ ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മച്ചിക്ക് റൂം കൊടുത്തേ. അമ്മച്ചിക്ക് റൂം അന്ന ഉടനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മള് കിളികളൊക്കെ ഉണ്ടോ അമ്മി? ഹലോ. നാളത്തെ ബ്ലോഗിൽ അതെല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പൊ സൈനിങ് ഓഫ്. കൈപ്പൻസ് സൈനിങ് ഓഫ് പറയൂ. ഇവിടെ മറ്റേ എന്തോ പുതിയ ചെടിയൊക്കെ മമ്മി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പഴയതാ. നാളെ കാണിക്കാതല്ല. അളിയൻ എന്തുണ്ട്? സൈനിങ് ഓഫ്. ബൈ ബൈ പറ. സൈനിങ് ഓഫ് കൈപ്പൻസ്.